ചരിത്രത്തിൽ ഇന്നേ വരെയില്ലാത്ത വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ഇറാൻ. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പെടുന്നനെയുള്ള മരണം രാജ്യത്ത് വീണ്ടും ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതോടെ ജനവിധി എന്തായിരിക്കുമെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. പതിവായി കനത്ത പോളിംഗ് നടക്കുന്നത് രാഷ്ട്രീയ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയുടെ തെളിവായാണ് ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ സമീപകാലത്ത് രാജ്യത്ത് പോളിംഗ് കുറയുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ചെറുതല്ലാത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിക്ക് പകരക്കാരൻ ആര് എന്നതാണ് അയത്തുള്ള ഖമേനിക്ക് മുന്നിലുള്ള കടുപ്പമേറിയ ചോദ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. എന്നാൽ രണ്ടിലും വലിയ വെല്ലുവിളികളുമുണ്ട്. രാജ്യത്തെ ഭരണഘടന പ്രകാരം പ്രസിഡന്റ് മരിച്ചാൽ അടുത്ത 50 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ കഴിയും. എന്നാൽ അത്തരമൊരു തെരഞ്ഞെടുപ്പ് താൻ ഇച്ഛിക്കുന്ന ഫലം തന്നെ നൽകുമോ എന്നത് അയത്തുള്ള അലി ഖമേനിക്ക് ഉറപ്പില്ല. അതിനാൽ തന്നെ പരിഷ്കാരവാദികളായ എതിരാളികളെയും പ്രതിപക്ഷത്തെ മിതവാദികൾ അടക്കമുള്ളവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് വിലക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ പോളിംഗ് കൂടുതൽ താഴെ പോകാൻ സാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിനുള്ള ജനപിന്തുണ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനിൽ പോളിംഗ് താഴേക്കാണ്. 2016 60% പോളിംഗ് നടന്നിരുന്നു. എന്നാൽ 2020 ആയപ്പോഴേക്ക് ഇത് 42% താഴ്ന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ മികച്ച പോളിംഗ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആകെ പോൾ ചെയ്തത് 41% വോട്ട് മാത്രമായിരുന്നു. റൈസിയുടെ മരണത്തിന് ഒരാഴ്ച മുൻപ് രാജ്യത്ത് നടന്ന അവസാനവട്ട പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 8% വോട്ട് മാത്രമാണ് പോളിംഗ് ഉണ്ടായത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോളിംഗ് 30 മുതൽ 40% വരെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ലോക നേതാക്കളെ പരിഹസിച്ച ഖമേനിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി കൂടിയാണ്. ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഭകളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും അയത്തുള്ള നിയമിച്ച സമിതികളായിരിക്കും. ആണവ, പ്രതിരോധ, വിദേശകാര്യ നയങ്ങളിൽ അയത്തുള്ള അലി ഖമേനിയും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിനാണ് രാജ്യത്തെ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിൽ അധികാരമുള്ളത്. പ്രസിഡന്റിന്റെ ചുമതലകൾ രാജ്യത്തെ ആഭ്യന്തര നയങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും മാത്രമായി ചുരുക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ഈ സ്ഥാനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. കാലം കഴിയുന്തോറും കൂടുതൽ യാഥാസ്ഥിതിക നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തോട് ഇറാനിലെ ജനത്തിനുള്ള അകൽച്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച അയത്തുള്ള അലി ഖമേനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും റൈസി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണത്തെ എന്നും അനുകൂലിച്ച ആളായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെയാണ് അടുത്ത അയത്തുള്ളയാകാൻ സാധ്യത അദ്ദേഹത്തിനാണ് കൂടുതൽ എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ റൈസിക്ക് തുല്യനോ അത്രയേറെ പ്രശസ്തിയുള്ളതോ ആയ മറ്റൊരു നേതാവില്ലാതെ പോകുന്നത് അയത്തുള്ള അലി ഖമേനിക്ക് യാഥാസ്ഥിതിക നിലപാടുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനുള്ള അവസരമുണ്ടാക്കും. അതിനാൽ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളത് അയത്തുള്ള തെരഞ്ഞെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ പാതയുടെ കൂടെ തെളിവാകും. രാജ്യത്തെ പ്രധാന ടെക്നോക്രാറ്റും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബഖർ ഗലിബാഫ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ സമീപകാല പ്രകടനം വളരെ മോശമെന്ന വിലയിരുത്തലും ശക്തമാണ്. രാജ്യത്തെ ദരിദ്രരുടെ വക്കീലെന്ന് സ്വയം വിശേഷിപ്പിച്ച ഇദ്ദേഹത്തിന്റെ കുടുംബം തുർക്കിയിൽ ഷോപ്പിങ്ങിന് പോയത് 2022 വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. റവല്യൂഷണറി ഗാർഡ് മുൻ അംഗം സയ്യിദ് ജലീലാണ് മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റൊരാൾ. ഖമേനിയുടെ തീവ്ര നിലപാടുകളുടെ ആരാധകനായ ഇയാളുടെ ആണവ വിഷയങ്ങളിലെ നിലപാടുകളും ഇതിന് കാരണമാണ്. ഇയാളുടെ സ്ഥാനാർത്ഥിത്വം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒട്ടും ഗുണകരവുമാവില്ല. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും രാജ്യത്തെ പരിഷ്കാരവാദികളെ ഖമേനി യാതൊരു വിധത്തിലും പിന്തുണച്ചിരുന്നില്ല. ഇതിന്റെ തെളിവാണ് 2021 ഇബ്രാഹിം റൈസിയുടെ ജയം. അന്ന് വെറും 48% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ 2017 ഇബ്രാഹിം റൈസിയെ പരാജയപ്പെടുത്തി ഹസൻ റുഹാനി ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഇറാനിലെ 56 ദശലക്ഷം വരുന്ന ജനങ്ങളിൽ 70% പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പരിഷ്കാരവാദിയെ രാജ്യത്തെ ഭരണയന്ത്രത്തിന്റെ സുപ്രധാന ചുമതലയിൽ ഇരുത്താൻ യാഥാസ്ഥിതികവാദികൾ ഒരുക്കമാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.